രാജസ്ഥാൻ യാത്ര ഒരു വഴികാട്ടി. രജപുത്ര വീരന്മാരുടെ നിരവധി പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന രണഭൂമിയാണ് രാജസ്ഥാൻ. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ നിരവധി കോട്ടകളും കൊട്ടാരങ്ങളും ചരിത്ര സ്മാരകങ്ങളും വീരസാഹസികമായ യുദ്ധസ്മരണകളും ജ്വലിക്കുന്ന ചരിത്രവുമുള്ള നാടാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാൻ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ചരിത്രപരമായ കോട്ടകൾക്കും രണവീരന്മാർക്കും ധീരാംഗനമാർക്കും പേരുകേട്ടതാണ്. ചരിത്രം, സംസ്കാരം, പ്രകൃതി സൗന്ദര്യം എന്നിവയുടെ സമ്മിശ്രണം രാജസ്ഥാനെ ആകർഷകമായ സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. രാജസ്ഥാൻ രാജാക്കന്മാരുടെ നാട്. നിരവധി മഹത്തായ കോട്ടകളുടെ ആസ്ഥാനമാണ്. രാജസ്ഥാനിലെ എല്ലാ കോട്ടകളിലൂടെയും സഞ്ചരിച്ച് അവയെയും അവിടുത്തെ കൊട്ടാരങ്ങളെയും ചരിത്രത്തെയും പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമാണിത്. അജ്മീറിൽ തുടങ്ങി ജയ്പൂരിൽ അവസാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ യാത്ര. നല്ല റോഡ്, ട്രെയിൻ, വിമാനയാത്ര സൗകര്യങ്ങളുള്ള ഇടമാണ് അജ്മീർ. താരാഗഡ് കോട്ട, ചിറ്റോർഗഡ് കോട്ട, കുംഭൽഗഡ് കോട്ട, മെഹ്റൻഗഡ് കോട്ട, ജയ്സാൽമീർ കോട്ട, ജുനഗർ കോട്ട, ലോഹാഗഡ് കോട്ട, രൺഥംബോർ കോട്ട, നഹർഗഡ് കോട്ട, ആംബർ ഫോർട്ട്, ഇങ്ങനെ രാജസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടകൾ 10 ഉണ്ട്. രാജസ്ഥാൻ്റെ സമ്പന്നമായ ചരിത്രവും വാസ്തുവിദ്യയും സാംസ്കാരിക പൈതൃകവുമാണ് ഈ കോട്ടകളിലൂടെ വെളിവാകുന്നത്. അതത് സ്ഥലത്തെ കോട്ടകളും കൊട്ടാരങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അതത് സ്ഥലത്ത് ലഭ്യമായ വ്യത്യസ്ത നിറമുള്ള സാൻഡ് സ്റ്റോൺ കൊണ്ടാണ്. ആ കല്ലിൻ്റെ നിറമാണ് നഗരത്തിനും. ജയ്പൂർ പിങ്ക് സിറ്റി, ജോധ്പൂർ ബ്ലൂ സിറ്റി, ജയ്സാൽമീർ ഗോൾഡൻ സിറ്റി തുടങ്ങി രാജസ്ഥാനിലെ എല്ലാ പ്രധാന നഗരങ്ങൾക്കും ഓരോ നിറമുണ്ട്. ആദ്യം അജ്മീറിലേക്ക് പോകാം. അജ്മീർ രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂരിൽ നിന്നും 135 കിലോമീറ്റർ അകലെ പുഷ്കറിലേക്കുള്ള വഴിയിലാണ്. അജയ്മേരു എന്ന അജ്മീർ തലസ്ഥാനമായി ഭരിച്ചുകൊണ്ട് വീരോചിതമായി പോരാടി വിജയിക്കുകയും വൈദേശികാക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കുകയും ഭിന്നിച്ചു നിന്ന രജപുത്രരെ ഏകോപിപ്പിക്കുകയും തിളക്കമാർന്ന ഭരണം കാഴ്ചവെക്കുകയും സർവോപരി രോമാഞ്ചമുണ്ടാക്കുന്ന പൃഥ്വിരാജ് ചൗഹാൻ്റെ സ്വയംവര കഥകളുമെല്ലാം ഉൾപ്പെടുന്ന ആ മണ്ണിൻ്റെ ചരിത്രത്തിൻ്റെ നേർചിത്രങ്ങൾ കാണാൻ അജ്മീറിൽ പോകണം. ഗോറിയെ 2 തവണ തോൽപ്പിച്ചോടിച്ച പൃഥ്വിരാജ് ചൗഹാൻ അയാളെ ജീവനോടെ വിട്ടതും അടുത്ത തവണ ചില രജപുത്രരുടെ തന്നെ സഹായത്തോടെയുള്ള ചതിപ്രയോഗങ്ങളിലൂടെ 1192 ഗോറി വിജയിച്ചതും പൃഥ്വിരാജ് ചൗഹാൻ കൊല്ലപ്പെട്ടതും അതിനെ തുടർന്നുണ്ടായ സാംസ്കാരിക ധ്വംസനങ്ങളും അവിടെ കണ്ടറിയാം. അജ്മീറിലെ അനാസാഗർ തടാകം നിരവധി പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ തുടിപ്പുകൾ ഓർമ്മയുടെ ഓളങ്ങളാക്കിക്കൊണ്ട് അതിപ്പോഴും അങ്ങനെ അലസമായി ശയിക്കുന്നു. തടാകം വളരെ മനോഹരമാണ്. ഇനി പൃഥ്വിരാജ് ചൗഹാൻ്റെ സ്മാരകത്തിലേക്ക് പോകാം. താരാഗഡ് കോട്ടയിലേക്ക് പോകുന്ന വഴിയിൽ നിരവധി ഹെയർപിൻ വളവുകൾ കയറി എത്താവുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് ആ വീരപുരുഷൻ്റെ സ്മാരകം. രാജസ്ഥാനിൽ നമ്മുടെ കേരളത്തിലെ പോലെ ഒരു കാട് കാണണമെങ്കിൽ ആരവല്ലി പർവ്വതനിരയിൽ മൗണ്ട് അബുവിലൊക്കെ പോകേണ്ടി വരും. എന്നാൽ ഈ വരണ്ട ഭൂമിക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങളാണെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയ്ക്കുണ്ട് താനും. പൃഥ്വിരാജ് ചൗഹാൻ്റെ സ്മാരകത്തിൽ നിന്ന് നോക്കിയാൽ താരാഗഡ് കോട്ട ഭൂമിക്കൊരു കിരീടം ചാർത്തിയതുപോലെ മനോഹരമായി തല ഉയർത്തി നിൽക്കുന്നത് കാണാം. വീണ്ടും കുറേ ഹെയർപിൻ കയറി വേണം അവിടെ എത്താൻ. താരാഗഡ് കോട്ട വാസ്തുവിദ്യ, സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരു ചരിത്ര കോട്ടയാണ്. താരാഗഡ് കോട്ടയുടെ സമ്പന്നമായ ചരിത്രവും അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യയും സാംസ്കാരിക പ്രാധാന്യവും രാജസ്ഥാനിൽ തീർച്ചയായും ഒരു സന്ദർശിക്കേണ്ട സ്ഥലമാക്കി ഇതിനെ മാറ്റുന്നു. ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി എന്ന സൂഫിവര്യൻ്റെ പേരുള്ള ദർഗയും പള്ളിയുമാണ് അജ്മീറിലെ മറ്റൊരാകർഷണം. അധിനിവേശങ്ങൾ നിരവധി നടമാടിയ സ്ഥലമാണ് അജ്മീർ. രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂരിൽ നിന്ന് 146 കിലോമീറ്റർ അകലെയും അജ്മീറിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുമാണ് പുഷ്കർ.
അജ്മീറിൽ നിന്ന് അഗസ്ത്യമുനി വസിച്ചിരുന്നതായി കരുതുന്ന നാഗ് പഹാർ എന്ന നാഗപർവ്വതം കടന്ന് വലിയ മലകൾക്കിടയിലെ ചെറുപട്ടണമായ പുഷ്കറിലെത്താം. പുഷ്പത്താൽ നിർമ്മിതമായ കുളം എന്നാണ് പുഷ്കർ എന്ന പദത്തിൻ്റെ അർത്ഥം. ഹിന്ദു വിശ്വാസികളും സിഖുകാരും ഒരുപോലെ വിശുദ്ധമെന്ന് കരുതുന്ന നഗരം. 300-ലേറെ ക്ഷേത്രങ്ങളും പ്രധാനപ്പെട്ട 52 സ്നാനഘട്ടങ്ങളും ഉണ്ട്. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ കോട്ടയിലേക്ക് പോകാം. രാജസ്ഥാനിൽ മേവാറിൻ്റെ തലസ്ഥാനമായിരുന്ന ചിറ്റോഡ് കോട്ടയാണ് ചിറ്റോർഗഡ്. ചിത്രകൂട് എന്ന സ്ഥലത്ത് നിർമ്മിച്ചതിനാൽ ആ പേരാണ് ആദ്യം ഉണ്ടായിരുന്നത്. ചിറ്റോർഗഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരമേ ചിറ്റോർഗഡ് കോട്ടയിലേക്കുള്ളൂ. രാജസ്ഥാനിലെ മറ്റു പല കോട്ടകളും നമുക്ക് നടന്നു കാണാവുന്ന അത്ര വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചിറ്റോർഗഡ് കോട്ട അങ്ങനെയല്ല. വിശാലമായൊരു കുന്നും അത് മുഴുവൻ കോട്ടയുമാണ്. അവിടുത്തെ മൊത്തം ചരിത്ര സ്മാരകങ്ങളും കണ്ടുവരാൻ ഏകദേശം 13 കിലോമീറ്ററുകളോളം പല വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. 180 മീറ്റർ ഉയരത്തിൽ ഏതാണ്ട് 700 ഏക്കർ വിസ്താരത്തിൽ പരന്നു കിടക്കുന്ന ഒരു വലിയ കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാനിൽ രജപുത്രരുടെ നിരവധിയായ യുദ്ധങ്ങളുടെ വീരസാഹസിക കഥകൾ ഇരമ്പുന്ന നിരവധി കോട്ടകളും കൊട്ടാരങ്ങളും ഉണ്ടെങ്കിലും അവയിൽ ഏറ്റവും അധികം യുദ്ധങ്ങൾ നേരിടേണ്ടി വന്ന കോട്ട ചിറ്റോർഗഡ് തന്നെയാണ്. 1448 മാൽവയിലെ സുൽത്താൻ മുഹമ്മദ് ഷാ ഒന്നാമൻ ഖിൽജിക്കെതിരായ വിജയത്തെ അടയാളപ്പെടുത്തുന്നതിനായി രജപുത്ര രാജാവ് റാണ കുംഭ നിർമ്മിച്ച വിജയസ്തംഭമാണ് അവിടുത്തെ ഒരു പ്രധാന ആകർഷണം. ഈ ഗോപുരം വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്നു. റാണി പത്മിനിയും അന്തഃപുരവാസികളുമായ സ്ത്രീകളും കൂട്ടസതി അനുഷ്ഠിച്ച ജോഹർ സ്ഥലിന് ചേർന്നാണ് ഇതിൻ്റെ സ്ഥാനം. അതിൻ്റെ അത്രയും ഉയരമില്ലെങ്കിലും അതിനേക്കാൾ പഴക്കവും പുരാതനവുമായ മറ്റൊരു സ്തംഭവും കൂടി അവിടെയുണ്ട്, കീർത്തി സ്തംഭം. അതൊരു ജൈന നിർമ്മിതിയാണ്. കീർത്തി സ്തംഭത്തിന് 72 അടിയും വിജയസ്തംഭത്തിന് 122 അടിയും ഉയരമുണ്ട്. കോട്ടയ്ക്കകത്ത് 22 കൃത്രിമ ജലാശയങ്ങളുണ്ട്. 19 വലിയ ക്ഷേത്രങ്ങളും വിജയസ്തംഭവും കീർത്തിസ്തംഭവും ഉൾപ്പെടെ 65 ചരിത്ര നിർമ്മിതികൾ ഈ കോട്ടയ്ക്കുള്ളിലുണ്ട്. കൃഷ്ണ അപദാനങ്ങളുടെ കവയത്രി മീരാഭായിയും ഇവിടെയാണ് ജീവിച്ചിരുന്നത്. റാണി പത്മിനിക്കും മീരാഭായിക്കും കോട്ടയ്ക്കുള്ളിൽ അമ്പലങ്ങളുണ്ട്. ഒരിക്കലും അക്ബറിന് കീഴ്പ്പെടാതെ വിജയിച്ചു നിന്ന് രജപുത്രന്മാരുടെ ഹീറോ ആയി അറിയപ്പെടുന്നത് റാണ പ്രതാപ് സിംഗ് ആണ്. ചിറ്റോർഗഡ് കോട്ട പ്രധാനമായും പ്രസിദ്ധമായിരിക്കുന്നത് റാണി പത്മിനിയുടെ ജീവത്യാഗത്തിൻ്റെ കഥയിലാണ്. അവർ താമസിച്ചിരുന്ന കൊട്ടാരവും ഒരു ജലാശയത്തിൻ്റെ നടുവിലായി അവിടെയുണ്ട്. റാണി പത്മിനിയുടെ സൗന്ദര്യത്തെക്കുറിച്ചറിഞ്ഞ് മോഹമുദിച്ചാണ് അലാവുദ്ദീൻ ഖിൽജി ചിറ്റോർഗഡ് കോട്ട ആക്രമിക്കാൻ തീരുമാനിച്ചത്. ആദ്യം സുഹൃത്തായി നടിച്ച് കോട്ടയ്ക്കുള്ളിൽ അതിഥിയായി താമസിച്ച് കോട്ടയ്ക്കുള്ളിലെ പ്രതിരോധ രഹസ്യങ്ങൾ മുഴുവൻ പഠിച്ചു. പിന്നെ പതിവ് രീതിയിൽ ചതി പുറത്തെടുത്തു. പിന്നീട് കോട്ടവാതിലുകളെല്ലാം ഉപരോധിച്ചുകൊണ്ട് മാസങ്ങളോളം നീണ്ട വലിയ യുദ്ധം നടത്തി രാജാവ് ഉൾപ്പെടെ സകല സൈനികരെയും കൊന്നൊടുക്കി. തങ്ങളുടെ പുരുഷന്മാരെല്ലാം കൊല്ലപ്പെട്ടതോടെ തങ്ങളുടെ മാനത്തിന് മറ്റെന്തിനേക്കാളും വില കൽപ്പിക്കുന്ന റാണിയും അന്തഃപുരത്തിലെ 100 കണക്കിന് മറ്റു സ്ത്രീകളും ഒരുമിച്ച് ഒരേ ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു. അലാവുദ്ദീൻ ഖിൽജി കോട്ടയ്ക്കകത്തെത്തിയപ്പോൾ അവരുടെ ചാരം മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. 1448 പണി കഴിപ്പിച്ച വിജയസ്തംഭത്തിനടുത്താണ് അവർ കൂട്ടസതി അനുഷ്ഠിച്ച ജൗഹർ കുണ്ട്. രജപുത്രന്മാർക്ക് റാണി പത്മിനി ഒരു പ്രതീകമാണ്, അഭിമാനത്തിൻ്റെ പ്രതീകം. ജീവനേക്കാൾ ഉപരി മാനത്തിന് വില കൽപ്പിച്ചിരുന്ന ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ പ്രതീകം. തുടർന്ന് തെക്കുഭാഗത്തേക്ക് 111 കിലോമീറ്റർ സഞ്ചരിച്ചാൽ രാജസ്ഥാനിലെ ഏറ്റവും വലിയ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ഉദയ്പൂരിലെത്താം. ഉദയ്പൂർ നഗരം നിരവധി തടാകങ്ങളുടെ നഗരമാണ്. ആരവല്ലി മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇവിടം സുന്ദരമാണ്. പിച്ചോള, ഭത്യസാഗർ തുടങ്ങി മനോഹരമായ കൃത്രിമ തടാകങ്ങളും അതിലെ തുരുത്തുകളിലുള്ള സുന്ദരമായ കൊട്ടാരങ്ങളും ഒക്കെയായി നല്ലൊരു യാത്രാ അനുഭവം നമുക്ക് ലഭിക്കും. കായലിൽ പകലും രാത്രിയുമുള്ള യാത്ര വെവ്വേറെ അനുഭവമാണ് നൽകുക. 1983 പുറത്തിറങ്ങിയ ഒക്ടോപ്പസി എന്ന ജെയിംസ് ബോണ്ട് ചിത്രത്തിൽ ഉദയ്പൂർ നഗരവും ലേക്ക് പിച്ചോളയിലെ സിറ്റി പാലസും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അവിടെ 2500 അടി ഉയരമുള്ള മലമുകളിൽ ഒരു മഴക്കൊട്ടാരമുണ്ട്, മൺസൂൺ പാലസ്. വിദൂര കാഴ്ചയിൽ അത് അതീവ മനോഹരമാണ്. രാജസ്ഥാനിലെ മറ്റ് നഗരങ്ങളിൽ, പ്രത്യേകിച്ച്
ജയ്സൽമർ, ജോധ്പൂർ, ജയ്പൂർ, ബിക്കാനീർ തുടങ്ങിയ നഗരങ്ങളിൽ കണ്ടു മതിവരാത്ത കാഴ്ചകളുണ്ട്. അവിടങ്ങളിലെ പൗരാണിക കോട്ടകളും കൊട്ടാരങ്ങളും ഒരിക്കലും മനസ്സിൽ നിന്നുമായില്ല. യുദ്ധത്തിൻ്റെ രജപുത്ര വീര്യത്തിൻ്റെ സ്മരണകൾ എരമ്പുന്ന ആവേശകരമായ എത്രയോ സ്ഥലങ്ങളുണ്ട് രാജസ്ഥാനിൽ. എന്നാൽ ഉദയ്പൂരിലാകട്ടെ കൊട്ടാരത്തിൽ നമുക്ക് പ്രവേശനമില്ല. അതിൻ്റെ വാലറ്റം മാത്രമാണ് മ്യൂസിയമാക്കിയിരിക്കുന്നത്. അവിടെ കയറാൻ കഴിയും. കൊട്ടാരത്തിൻ്റെ പ്രൗഢി മനസ്സിലാക്കാനുള്ള അവസരം നമുക്കില്ല. അവിടം വലിയ ഒരു ഹോട്ടലാണ്. പിച്ചോള കായലിൽ ഒരു ബോട്ട് യാത്ര നടത്തി കൊട്ടാരത്തിൻ്റെ പുറം കാഴ്ചകൾ കാണാം. കായലിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ ആ കൊട്ടാരത്തിൻ്റെ വലിപ്പം മനസ്സിലാകുമെന്നല്ലാതെ ആ കൊട്ടാരം നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല. ചരിത്രം തുടിക്കുന്ന കോട്ടകളൊന്നും അവിടെയില്ല. ഉദയ്പൂരിൽ നിന്ന് 22 കിലോമീറ്റർ മാറി നഗ്ദ വില്ലേജിൽ സഹസ്രബാഹു ക്ഷേത്രമുണ്ട്. വളരെ മനോഹരവും പുരാതനവുമാണ് അത്. കൂടാതെ നിരവധി ജൈനക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. പിച്ചോല ലേക്കിന് സമീപമായി ബാഗോർ കി ഹവേലി എന്ന മേവാറിൻ്റെ പ്രധാനമന്ത്രി താമസിച്ചിരുന്ന മറ്റൊരു വസതിയുമുണ്ട്. പല ദിവസങ്ങളിലായി ഉത്തരേന്ത്യൻ ഭക്ഷണം കഴിച്ചുമടുത്ത് എനിക്ക് അവിടെ ഹരിപ്പാട്ടുകാരൻ അശോകൻ ചേട്ടൻ്റെ ഹോട്ടൽ ഡി കേരള എന്ന റെസ്റ്റോറൻറ്റിൽ നിന്നും രുചികരമായ കേരള ഭക്ഷണം ലഭിച്ചത് മറക്കാൻ കഴിയില്ല. അടുത്തു പോകേണ്ടത് ചൈനയിലെ വൻമതിൽ കഴിഞ്ഞാൽ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ മതിലുള്ള കുംഭൽഗഡ് കോട്ടയിലേക്കാണ്. ഉദയ്പൂരിൻ്റെ വടക്ക് പടിഞ്ഞാറായി റോഡ് മാർഗം 82 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുംഭൽഗഡിലെത്താം. രാജസ്ഥാനിലെ രാജസമത് ജില്ലയിലെ ആരവല്ലി കുന്നുകളുടെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് കുംഭൽഗഡ് കോട്ട. 38 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് കുംഭൽഗഡ് കോട്ടമതിൽ. ജോധ്പൂർ എന്ന നീല നഗരത്തിലെ മെഹ്റൻഗഡ് എന്ന അത്ഭുത കോട്ടയിലേക്കാണ് അടുത്തു പോകേണ്ടത്. ജോധ്പൂരിൽ വിവിധ നിറത്തിലുള്ള കല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ കല്ലുകൾക്ക് നീലയുമായി യാതൊരു ബന്ധവുമില്ല. നീലയെ രാജകീയ നിറമായി കണക്കാക്കിയിരുന്നതുകൊണ്ട് പലരും തങ്ങളുടെ ഉയർന്ന സ്ഥാനം സൂചിപ്പിക്കാനായി, അതായത് രാജകൊട്ടാരവുമായുള്ള ബന്ധം സ്ഥാപിക്കാനായി വീടുകൾക്ക് നീല നിറം കൊടുക്കാൻ തുടങ്ങി. അതാണ് നീലനഗരമെന്ന് പേര് കിട്ടാൻ കാരണം. ജോധ്പൂരിലെ ഏറ്റവും പ്രധാന ആകർഷണം മെഹ്റാൻ ഫോർട്ടാണ്. രാജകുടുംബാംഗങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് അവിടെയല്ല, ഉമൈദ് ഭവൻ കൊട്ടാരം എന്ന മറ്റൊരു കൊട്ടാരത്തിലാണ്. മാർബിൾ കൊണ്ട് നിർമ്മിച്ച ജസ്സും താഡ എന്ന മറ്റൊരു കൊട്ടാരവും മെഹ്റാൻഗഡ് കോട്ടയ്ക്ക് തൊട്ടടുത്തായുണ്ട്. ഇനി രാജസ്ഥാനിലെ ഏറ്റവും മനോഹരമായ കോട്ടയിലേക്ക് പോകാം. അതാണ് ജയ്സാൽമർ കോട്ട. കോട്ട മാത്രമല്ല, നഗരം മുഴുവനും പോക്കുവെയിലിൽ സ്വർണ്ണ നിറത്തിൽ അങ്ങനെ കിടക്കുന്നത് കാണാൻ അതീവ സുന്ദരമാണ്. ഏകദേശം 250 അടി ഉയരമുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ പണികഴിപ്പിച്ച ഈ കോട്ടയുടെ നീളം 1500 അടിയും വീതി 750 അടിയുമാണ്. കോട്ടയുടെ സുരക്ഷാർത്ഥം അതിൻ്റെ ഉള്ളിലേക്കായി 3 കോട്ടമതിലുകളാണ് പണികഴിപ്പിച്ചിട്ടുള്ളത്. നിറയെ കൊത്തുപണികളുള്ള കൊട്ടാരത്തിൻ്റെ മുൻവശത്തിൻ്റെ ഗാംഭീര്യം എടുത്തു പറയേണ്ട ഒന്നാണ്. ഇന്നും ഈ കോട്ടയ്ക്കുള്ളിൽ പട്ടണത്തിലുള്ളതിൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളം ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ജീവിക്കുന്ന കോട്ട എന്നാണ് അതിനെ പരാമർശിക്കുന്നത്. അസ്തമയ സൂര്യൻ കൊട്ടാരത്തിനും ഹവേലികൾക്കും പകർന്നു നൽകുന്ന നിറച്ചാർത്ത് സ്വർണം പോലെയാണ്. അതിനാൽ ഈ കോട്ടയ്ക്ക് സോനാർ കില എന്നും പേരുണ്ട്. പ്രശസ്ത സംവിധായകൻ സത്യജിത് റേ ഈ കോട്ട ആസ്പദമാക്കി 2 സിനിമകൾ എടുത്തിട്ടുണ്ട്. ഇന്ന് ഈ കോട്ട തകർച്ചയുടെ വക്കിലാണ്. കോട്ടയ്ക്കകത്തെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ജലത്തിൻ്റെ ഉപയോഗവും ജലം ഈ പാറകളിലൂടെ കിനിഞ്ഞിറങ്ങുന്നതും കോട്ടയെ തകർച്ചയിലേക്കാണ് നയിക്കുന്നത്. ജയ്സാൽമർ നഗരം മനോഹരമായി പ്ലാൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നു. ജയ്സാൽമറിൽ എമ്പാടും ഓഫീസ് കെട്ടിടങ്ങൾ, തെരുവിളക്കുകൾ, സ്മൃതി മണ്ഡപങ്ങൾ, കടകൾ, സ്വകാര്യ വസതികൾ, മതിലുകൾ, നടപ്പാതകൾ സർവവും യെല്ലോ സാൻഡ്സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഹോട്ടലുകൾ, അമ്പലങ്ങൾ, വിളക്കുമരങ്ങൾ, എന്തിന് കൽപ്പടവുകൾ വരെ സ്വർണ്ണ നിറമാണ്. ആ പുരാതനമായ കളർ പാറ്റേൺ നിലനിർത്താൻ ഇപ്പോഴും അവിടുത്തെ ഭരണാധികാരികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അഭിനന്ദനീയമായ സംഗതി. മറ്റു നിറത്തിലുള്ള പെയിൻറ്റുകളൊന്നും അടിച്ച് അവിടെ വൃത്തികേടാക്കാറില്ല. രാജസ്ഥാൻ സന്ദർശിക്കുന്ന വ്യക്തികൾ മറ്റെവിടൊക്കെ പോയാലും ജയ്സാൽമർ കാണാതെ വന്നാൽ അത് പൂർണ്ണതയില്ലാത്ത യാത്രയായി പോകും എന്നാണ് എനിക്ക് തോന്നിയത്. കുൽധരയെക്കുറിച്ചാണ് അടുത്ത്. ഒറ്റ രാത്രിയിൽ കുടിയൊഴിഞ്ഞ നഗരം. രാജസ്ഥാനിലെ ഒരു പ്രധാന നഗരമായ ജയ്സാൽമറിൽ നിന്നും പ്രസിദ്ധ മണലാരണ്യ വിനോദ കേന്ദ്രമായ സം സാൻഡ് ഡ്യൂൺസിലേക്ക് പോകുന്ന വഴിയിൽ 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 2 കിലോമീറ്റർ ഇടത്തോട്ട് മാറി ഒരു ഉപേക്ഷിക്കപ്പെട്ട നഗരം കാണാം. അതാണ് കുൽധര.
അന്നത്തെ നിലയിൽ വലിയ നഗരമായിരുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം. ഉന്നത നിലവാരത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹം പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് അവിടെ ഒഴിഞ്ഞു പോയതിൻ്റെ ഒരു കഥയുണ്ട്. ജയ്സാൽമർ സംസ്ഥാനത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന സലിം സിംഗ് കുൽധരയിലെ ഗ്രാമമുഖ്യൻ്റെ സുന്ദരിയായ മകളെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അവർ പലായനം ചെയ്തതാണെന്നും ഭൂകമ്പത്തെ തുടർന്നാണെന്നും വരൾച്ചയെ തുടർന്നാണെന്നും ഒക്കെ പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. 1815 ഒരു രാത്രിയിൽ എവിടെയെന്ന് അറിയാത്ത രീതിയിൽ അവിടുന്ന് സർവ്വ സ്വപ്നങ്ങളുമായി അവർ ഒന്നടങ്കം നാടുവിട്ടു. രാജസ്ഥാൻ മരുഭൂമിയിലെ മണൽ സഫാരി ആസ്വദിക്കുന്ന ഒരു സൈറ്റാണ് സം സാൻഡ് ഡ്യൂൺസ്. അവിടെ 30 മുതൽ 60 മീറ്റർ വരെ ഉയരമുള്ള മണൽ കുന്നുകൾ കാണാം. നിരവധി യാത്രക്കാർ ഒട്ടകങ്ങളിലോ ജീപ്പിലോ മരുഭൂമി സഫാരി ആസ്വദിക്കുന്നു. ജയ്സാൽമർ നഗരത്തിൽ നിന്ന് 45 കിലോമീറ്റർ പടിഞ്ഞാറുള്ള സം സാൻഡ് ഡ്യൂൺസ് ക്യാമ്പുകളിൽ വൈകുന്നേരത്തെ സംഗീത പരിപാടി ആസ്വദിച്ച് താമസിക്കുന്നത് ഒരു വ്യത്യസ്തമായ അനുഭവം നൽകും. ക്യാമ്പിൽ നിന്ന് 20-30 മിനിറ്റ് സഞ്ചരിച്ചാൽ സൺസെറ്റ് പോയിന്റിലെത്താം. അവിടുത്തെ അസ്തമയ കാഴ്ച വർണ്ണനാതീതമാണ്. മറ്റ് നിരവധി വിനോദോപാധികൾ അവിടെ ലഭ്യമാണ്. സം സാൻഡ് ഡ്യൂൺസ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. ഇനി ബിക്കാനീറിലേക്ക് പോകാം. ബിക്കാനീറിൽ സ്ഥിതി ചെയ്യുന്ന ജുനഗർ കോട്ട ബിക്കാനീർ കോട്ട എന്നും അറിയപ്പെടുന്നു. ഈ കോട്ടയ്ക്ക് യഥാർത്ഥത്തിൽ ചിന്താമണി എന്നാണ് പേരിട്ടിരുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ രാജകുടുംബം ഈ കോട്ടയ്ക്ക് പുറത്തുള്ള ലാൽഗഡ് കൊട്ടാരത്തിലേക്ക് മാറിയതിനു ശേഷം അത് ജുനഗർ കോട്ട, അതായത് പഴയ കോട്ട എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. രാജസ്ഥാനിൽ പൊതുവെ കോട്ടകളെല്ലാം കുന്നിൻ മുകളിലാണെങ്കിലും ബിക്കാനീർ ഫോർട്ട് സമതല ഭൂമിയിലാണ്. രാജസ്ഥാനിലെ വാസ്തുവിദ്യാ വിസ്മയങ്ങളുടെ ഒരു രത്നമാണ് ബിക്കാനീർ കോട്ട. രജപുത്ര, മുഗൾ, ഗുജറാത്തി ശൈലികളുടെ സമന്വയം പ്രദർശിപ്പിച്ചിരിക്കുന്ന ബിക്കാനീർ കോട്ട വാസ്തുവിദ്യാ രൂപകൽപ്പനയുടെ ഒരു മാസ്റ്റർ പീസാണ്. പ്രധാനമായും ചുവന്ന മണൽക്കല്ലിൽ നിന്നാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ വ്യത്യസ്ത നിറങ്ങളുള്ള കല്ലുകൾ അതിൽ കാണാം. ഇപ്പോൾ നമ്മൾ രാജസ്ഥാൻ്റെ ഏകദേശം തെക്ക് പടിഞ്ഞാറേ മൂലയിൽ എത്തിക്കഴിഞ്ഞു. പാകിസ്ഥാൻ അതിർത്തി തൊട്ടടുത്താണ്. പക്ഷേ അടുത്ത കോട്ട ഇനി തെക്ക് കിഴക്കേ മൂലയിലാണ്, അതായത് ഭരത്പൂരിൽ. അവിടുത്തെ ലോഹഗഡ് കോട്ടയാണ് അടുത്ത സന്ദർശന കേന്ദ്രം. ജയ്പൂർ വഴി ദീർഘദൂരം സഞ്ചരിക്കാനുണ്ട്. അല്ലെങ്കിൽ തന്നെ രാജസ്ഥാനിലെ ഓരോ കോട്ടകളും തമ്മിൽ ശരാശരി 200 കിലോമീറ്ററെങ്കിലും അകലമുണ്ടാവും. ലോഹഗഡ് കോട്ട ഒരു ശക്തമായ കോട്ടയും നഗരത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെ തെളിവുമാണ്. കൃത്രിമ തടാകങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. ലോഹഗഡ് കോട്ടയുടെ ആകർഷണീയമായ വാസ്തുവിദ്യയും സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക പ്രാധാന്യവും രാജസ്ഥാനിൽ അതിനെ തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലമാക്കി മാറ്റുന്നുണ്ട്. രാജസ്ഥാനിലെ സവായ് മധോപൂരിൽ സ്ഥിതി ചെയ്യുന്ന രൺതംബോർ കോട്ട യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവും ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായ കോട്ടകളിലൊന്നുമാണ്. 700 അടി ഉയരത്തിൽ ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഘോറിയും തമ്മിലുള്ള ഐതിഹാസിക യുദ്ധം ഉൾപ്പെടെ നിരവധി യുദ്ധങ്ങൾക്ക് സാക്ഷിയാണ്. 282 ചതുരശ്ര കിലോമീറ്റർ വരുന്ന രൺതംബോർ ദേശീയോദ്യാനം ഈ കോട്ടയ്ക്ക് ചുറ്റുമായാണ് ഉള്ളത്. ചരിത്രവും വാസ്തുവിദ്യയും വന്യജീവികളും പ്രകൃതിയും സമന്വയിക്കുന്ന അവിസ്മരണീയമായ അനുഭവമാണ് രൺതംബോർ കോട്ട. ഇനി തലസ്ഥാന നഗരമായ ജയ്പൂരിലേക്ക് വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കൂടി കണ്ടുമടങ്ങാം. മടങ്ങിപ്പോകാനുള്ള സൗകര്യവും യാത്രാ സൗകര്യങ്ങളും ഉദ്ദേശിച്ചാണ് അവസാനത്തെ ഡെസ്റ്റിനേഷൻ ജയ്പൂർ ആക്കിയത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ രാജ്യത്തെ 2ാമത്തെ പൈതൃക പദവി ലഭിച്ചത് ജയ്പൂരിനാണ്. ആദ്യം പറഞ്ഞ 10 കോട്ടകളിൽ 2 എണ്ണം ജയ്പൂരിലാണ്, നഹർഗഡ് കോട്ടയും ആംബർ കോട്ടയും. ജയ്പൂർ എന്ന പിങ്ക് സിറ്റിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ തെളിയുന്നത് ഹവാമഹലാണ്. ജയ്പൂരിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് ഹവാമഹൽ. കാറ്റിൻ്റെ മണിമാളിക എന്ന് വിളിക്കുന്ന ഹവാമഹൽ കണ്ടിരിക്കേണ്ട അത്ഭുത കാഴ്ചയാണ്. 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഈ മാളിക പണികഴിപ്പിച്ചത്. ജയ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4 കിലോമീറ്ററാണ് ദൂരം. ജയ്പൂരിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട മറ്റൊരു മനോഹര കെട്ടിടമാണ് സിറ്റി പാലസ്. നഗരത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ സിറ്റി പാലസ് പോലെ മറ്റൊരു പ്രദേശമില്ല.
ഹവാമഹലിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. സിറ്റി പാലസ് കണ്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മൻസാഗർ തടാകത്തിലുള്ള ജൽമഹലിലെത്താം. ഇപ്പോൾ കരയിൽ നിന്നുള്ള കാഴ്ചയെ അനുവദിക്കുന്നുള്ളൂ. ജൽമഹലും കണ്ട് 7 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ നഹർഗഡ് കോട്ടയിലെത്താം. ജയ്പൂർ നഗരത്തിൻ്റെ വിശാലമായ ആകാശക്കാഴ്ച ഇവിടെ നിന്ന് ലഭിക്കും. മലയിറങ്ങി മഹൽ സ്ഥിതി ചെയ്യുന്ന മൻസാഗർ തടാകക്കരയിൽ നിന്ന് 5 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ ആംബർ ഫോർട്ടിലെത്താം. ജയ്പൂരിൻ്റെ കാഴ്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആംബർ കോട്ട. 3 ചക്രവർത്തിമാരിലൂടെ ഒരു നൂറ്റാണ്ടെടുത്താണ് ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ധാരാളം ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും എല്ലാം കോട്ടയ്ക്കകത്തുണ്ട്. ജയ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 11 കിലോമീറ്റർ ദൂരമുണ്ട് ആംബർ കോട്ടയിലേക്ക്. ഇതോടെ രാജസ്ഥാനെ പൂർണ്ണമായി ഒരു വട്ടം ചുറ്റിയെന്ന് ഉറപ്പിക്കാം. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ രാജസ്ഥാനിൽ ഏകദേശം 2500 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കും. ഭരത്പൂരിലെ ലോഹാഗഡ് കോട്ടയും രൺഥംബോർ കോട്ടയും ഒഴിവാക്കിയാൽ യാത്ര 1800 കിലോമീറ്ററായി ചുരുക്കാൻ കഴിയും. ഇനിയും ചുരുക്കണമെങ്കിൽ ജയ്സാൽമേറിനോട് സമാന ഭൂപ്രകൃതിയും വിനോദങ്ങളും കാഴ്ചകളുമുള്ള ബിക്കാനീർ കൂടി ഒഴിവാക്കാവുന്നതാണ്. ഇങ്ങനെയായാൽ ഒരു 150 കിലോമീറ്റർ കൂടി കുറയ്ക്കാം എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയൊന്നും ഒഴിവാക്കാവുന്നതല്ല. ഏറ്റവും കുറഞ്ഞത് 1650 കിലോമീറ്ററെങ്കിലും സഞ്ചരിക്കാതെ രാജസ്ഥാൻ ഏതാണ്ട് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇന്ത്യയിൽ തന്നെ ഇത്രയും പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള മറ്റൊരു സംസ്ഥാനം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയധികം വമ്പൻ കോട്ടകളുള്ള മറ്റൊരു സംസ്ഥാനവുമില്ല. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇത്രയധികം കോട്ടകളുള്ള മഹത്തായ ചരിത്രങ്ങളുള്ള ജ്വലിക്കുന്ന അസാഹസിക യുദ്ധസ്മരണകളുള്ള രാജസ്ഥാൻ തീർച്ചയായും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ഇടമാണ്. ഈ യാത്ര ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുമല്ലോ. നന്ദി.